ഞാനിപ്പോൾ അത്യാവശ്യം സഞ്ചരിക്കുന്നത് യൂബറിലാണ് അല്ലെങ്കിൽ ഓലയാണ്. ഇതിൻ്റെ പെട്രോളിൻ്റെ അല്ലെങ്കിൽ ഡീസലിൻ്റെ വില കൂടിക്കഴിയുമ്പോൾ ഓലയ്ക്കും ഊബറിനും ഈ ചാർജ് കൂട്ടേണ്ടി വരും. കൂട്ടിക്കഴിയുമ്പോൾ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരും. ഞാൻ ബസ്സിലേക്ക് മാറും. അപ്പോൾ ഫ്യൂവലിൽ കൺസംഷനിൽ കുറവ് വരും. ഇതാണ് സർക്കാർ ചെയ്യുന്നത്. സ്വർണത്തിൻ്റെ ഡ്യൂട്ടി കൂട്ടുക, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കുക. എന്നാൽ അത്യാവശ്യത്തിന് കിട്ടാനുമുണ്ട്. പിന്നെ റേഷനിങ് വരും. ഡീസൽ 200 ലിറ്റർ കൂടുതൽ അടിക്കുകയില്ല ഒരു പമ്പിൽ നിന്ന്. പെട്രോള് അങ്ങനെ ആ രീതിയിൽ ഒരു നിയന്ത്രണം വരും. ഈ നിയന്ത്രണത്തിലൂടെ കടന്നു വന്നാണ് നമ്മളിവിടം വരെ എത്തിയതെന്നും നമ്മൾക്കിനിയും സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ചില നിയന്ത്രണങ്ങൾ കുറച്ച് കാലത്തേക്ക് പാലിക്കണമെന്നും മനസ്സിലാക്കിയാൽ നമ്മുടെ ടെൻഷൻ മാറിക്കിട്ടും. നമ്മൾ സുഖലോലുപലായിട്ട് ധാരാളികളായിട്ട് വളർന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ യങ്ങായിരിക്കുന്ന ചെറുപ്പക്കാരാരും ഈ നിയന്ത്രണങ്ങളൊന്നും കണ്ടിട്ടില്ല.